അത് തൊഴിലില്ലായ്മയാകാം, അല്ലെങ്കിൽ ഉള്ള തൊഴിൽ നഷ്ടപ്പെടലാകാം, അതല്ലെങ്കിൽ ഗൾഫിൽ പോയി വന്നിട്ട് കിട്ടിയ കാശ് ഇവിടെ ഏതെങ്കിലും സംരംഭത്തിൽ മുടക്കി അത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുത്തലാകാം, അങ്ങനെ അല്ലെങ്കിൽ ഗൾഫിൽ പോകാനുള്ള താല്പര്യമാകാം, സിനിമാ രംഗത്ത് ചൂടുറപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളാകാം, അല്ലെങ്കിൽ പൈങ്കിളി നോവലുകൾ എഴുതുന്നതാകാം. അങ്ങനെയുള്ള സംഗതികൾ. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രതിപാദ്യ വിഷയം. നമ്മുടെ സമൂഹത്തിൽ ഇതുപോലുള്ള ആളുകൾ ധാരാളമുണ്ട്. അദ്ദേഹത്തിന് ഇതിവൃത്തത്തിന് യാതൊരു ക്ഷാമവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഏതാനും ചില ഉദാഹരണങ്ങളാണ് ഇവിടെ എണ്ണി പറയാൻ ശ്രമിക്കുന്നത്. ഒന്ന്, തൊഴിലില്ലായ്മയാണ്. അഭ്യസ്തവിദ്യരുടെ ഇടയിലുള്ള തൊഴിലില്ലായ്മ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ടി പി ബാലഗോപാലൻ MA എന്നുള്ളതാണ്. ആ ബാലഗോപാലൻ തന്നെ പറയുന്നുണ്ട്, എനിക്കെന്തോ ഒരു കുറവ്, ഞാൻ MA കാരനല്ലേ, പിന്നെ കണ്ടവൻ്റെ സൗന്ദര്യമില്ലേ, സ്മാർട്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ബാലഗോപാലൻ, സ്മാർട്ടല്ലേ, MA കാരനല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നുമെങ്കിലും MA പാസ്സായിട്ടും ഒരു നല്ല ജോലി കിട്ടാത്തതിൻ്റെ സങ്കടമാണ് പുള്ളി പങ്കുവയ്ക്കുന്നത്. അങ്ങനെ ബാലഗോപാലൻ്റെ ജീവിതത്തിൽ വരുന്ന വലിയ വലിയ കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, അവസാനം അത് പോസിറ്റീവായിട്ടാണ് തീരുന്നതെങ്കിൽ പോലും അത് പുള്ളി ഈ ഒരു കയ്പ് ഗുളികയ്ക്ക് ഷുഗർ കോട്ടിങ് കൊടുക്കുന്ന പോലെ കണക്കാക്കി.